വൃത്തിയില്ല. ചിലോലെ ബാത്റൂമൊക്കെയാണ് കയറിയാൽ കുടിരിക്കലിനെന്ന് അമ്മായിമ്മ കൊടുന്ന ചെരുപ്പാ, പിന്നെ അത് കഴുകിയിട്ടില്ല. കുടിരിക്കലിനെന്ന് അമ്മായിമ്മ കൊടുന്ന ചെരുപ്പാണ്. ഇവിടെ അങ്ങനെ കൊണ്ടല്ല, ഭാര്യ വീട്ടിൽ നിന്ന് കൊണ്ടല്ലുണ്ടോ? ഇല്ലേ? ഇല്ല, ഒന്നും കിട്ടൂലേ? അള്ളാഹ്, ഇവിടുന്ന് കെട്ടാത്ത വെച്ചിലായി. അങ്ങനെ പെണ്ണുങ്ങളെ വരിന്നൊന്നും കൊണ്ടില്ല കുടിരിക്കലിനെന്ന്. അത് നന്നായി. നിങ്ങൾക്കൊന്നും കിട്ടിയിട്ടില്ലേ? ചിലവര് കൊണ്ടുവരും, ചിലവര് കൊണ്ടുവരില്ല എന്നാ പ്രസിഡന്റ് പറഞ്ഞേ. എന്നാ പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ ഇനി എല്ലാവരോടും കൊണ്ടുവരാൻ പറയാം. ഞങ്ങളെ നാട്ടിൽ കൊണ്ടുവരും. അത് കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ ഭയങ്കര അയിബാ. അതുകൊണ്ട് കൊണ്ടുവരും. ചെരുപ്പ്, ബക്കറ്റ്, പാട്ട, ഒരു 10,000-2,000 റുപ്യയുടെ സോഫ സെറ്റ് ഒക്കെ കൊണ്ടുവരും. ഇരുന്നാ പൊളിഞ്ഞോടും, അങ്ങനത്തെ സോഫ സെറ്റാ. നാളൊരു തള്ള ഒരു വല്യമ്മ നിസ്കരിച്ചാൻ വേണ്ടി കയറി. കുടിരിക്കൽ കഴിഞ്ഞാണ്ട് അന്ന് ളുഹർ ബാങ്ക് കൊടുത്തപ്പോ ഈ കട്ടിൽമ കയറിയിട്ട് നിസ്കരിച്ചാൽ നിന്ന കട്ടിലാണ് പൊട്ടി. അപ്പോൾ ഓൾക്കൊരു ധൈര്യം, ഇതിപ്പോ ഇന്ന് രാവിലെ കിട്ടിയതാണല്ലോ, അതുകൊണ്ട് ഗ്യാരണ്ടി ഉണ്ടാവും. അങ്ങനെ പീഡിയക്കാരനെ വിളിച്ചപ്പോൾ പീഡിയക്കാരൻ വിളി, എന്തേ കാട്ടിയോ? ഞങ്ങൾ നിസ്കരിച്ചാൻ വേണ്ടി കയറി. അപ്പം അടച്ചോനെ, നമ്മളെ കട്ടിലിന് ആകെയുള്ളൊക്കെ ഗ്യാരണ്ടി ഇരുന്നോളി കടന്നോളി, നിസ്കരിച്ചാൻ പാടില്ല. ഇതാണ് നമ്മളെ കട്ടിലിന്റെ ഗ്യാരണ്ടി. അല്ല, അങ്ങനത്തെ കട്ടിലാണ്. അപ്പൊ ആ ബാത്റൂമിലുള്ള ചെരുപ്പ് കഴുകാത്തവർ, അതുപോലെ ബാത്റൂമിൽ ചില ആളുകളൊക്കെ ബ്രഷ് വെക്കും, പല്ല് കേൾക്കണ ബ്രഷ്. എന്റെ ഈ വയല് കേൾക്കുന്ന ആളുകളൊന്നും ഈ ബാത്റൂമിൽ ബ്രഷ് വെക്കരുത്. ഇനി ബാത്റൂമിൽ ബ്രഷ് വെക്കണതിന് കുഴപ്പമൊന്നുമില്ല, അതിനൊന്നിരിക്കൽ ബോക്സ് ഇടണം. ഒരു ബോക്സ് ഒക്കെ തരലുണ്ടായിരുന്നു, പക്ഷെ അതൊക്കെ നമ്മൾ വലിച്ചെറി. ഇനി അതിനും കഴിയൂലെങ്കിൽ ബാത്റൂമിൽ നമ്മൾക്ക് രോഗികൾക്ക് ഇരിക്കുന്ന ഒരു ക്ലോസറ്റ് ഉണ്ട് അല്ലേ? അതേതാണ്? യൂറോപ്യനോ? അത് പറയരുത്, അങ്ങനെ പറയരുത്. അതിന്റെ പേര് രോഗികൾ ഇരിക്കുന്ന ക്ലോസറ്റാണ്. ഒരാൾ രോഗമല്ലാത്തവർ എന്തിനായി ഇരിക്കുന്നത്? പുളിച്ചായി കുത്തിരിക്കുക. ഞാൻ സാറിലാണ്. ചിലവർ അയിമ നോക്കിയിട്ട് വാട്സപ്പ് ഒക്കെ വെറുതെ തിരക്കല്ലേ. ഈ വാട്സപ്പൊക്കെ നോക്കി കളയണ്ട. അപ്പം ബാത്റൂമിൽ പോകുമ്പോൾ ചിലർ വീഡിയോ വെച്ചു, ചിലർ കട്ടഞ്ഞായ അടിച്ചു, ചിലർ കട്ടഞ്ഞായ അടിച്ചു. എന്തെല്ലാം വൃത്തികേട്. ഈ പെണ്ണുങ്ങളോട് ചോദിച്ചാൽ നിങ്ങളിപ്പോൾ എന്തൊക്കെയാ കാട്ടില്? ഈ മരണം കഴിച്ചാണ്ട് ചോദിച്ചാലോ സാറേ? ഓരോരുത്തരെ പുതിയാപ്പോൾ പെണ്ണുങ്ങളെയും പിടിച്ചോണ്ട് അവിടെ എൻ്റെ ഭർത്താവ് എങ്ങനെയാ ബാത്റൂം പോകാം. അതുകൊണ്ട് ബാത്റൂമിൽ അത് വെക്കാൻ പാടില്ല. എന്തിനാണ്? ഫ്ലഷ് ടാങ്ക് രോഗികൾക്ക് ഇരിക്കുന്ന ആ ക്ലോസറ്റും ഇരുന്ന് ചേലായാൽ പിന്നെ നിസ്കരിക്കാനും എന്തുവാണ് കസാല വേണ്ടി വരും. അതുകൊണ്ടാണ് നമ്മുടെ പള്ളികളിലൊക്കെ ഇപ്പോ നിസ്കരിക്കാൻ കസാല എണ്ണം കൂടി. കാരണം കാലുവേദന എല്ലാവർക്കും, ബ്ലഡ് സർക്കുലേഷൻ നടക്കുന്നില്ല. അപ്പൊ സാധാ ക്ലോസറ്റിൽ ഇരുന്ന് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ശരിക്ക് ബ്ലഡ് സർക്കുലേഷൻ നടക്കും. അപ്പൊ അതിന്റെ രോഗികൾക്ക് ഇരിക്കുന്നുണ്ട്, അതിന്റെ മുകളിൽ അടപ്പുണ്ട്. ആ അടപ്പ് അടച്ചു വെക്കണം. അങ്ങനെ വെറുതെ തുമ്പികജിന്റെ മാതിരി നിൽക്കാനുള്ളതല്ലേ, അത് അടക്കണം. അടച്ചിട്ട് ഫ്ലഷ് ടാങ്ക് അമർത്തിയാൽ വെള്ളം നല്ല സ്പീഡിൽ ഉള്ളിക്കാണ് ചെല്ലുമ്പോ അതിന്റെ ഉള്ളിൽ നിന്ന് കുറച്ച് രശ്മികൾക്ക് കയറാണ്ട് ഉള്ളിൽ നമ്മൾ കാണൂല അവരെ. വളരെ ഈ പൊടിതാ, ഈ പൊടി നമ്മൾ കാണില്ലല്ലോ. ഈ പൊടി പോലത്തെ കുറെ രശ്മികളുണ്ട്. ഈ രശ്മികൾ മുഴുവനും നമ്മളെ ബ്രഷിന്റെ മുകളിൽ എന്ത് ചെയ്യും? പറ്റിപ്പിടിക്കും. എന്നിട്ട് അയിമ ക്ലോസപ്പ് വെച്ചിട്ട് വരച്ചാൽ നല്ല രസമുണ്ട്. അതുകൊണ്ട് ഞങ്ങളെ പല്ലക്കാല വെളുപ്പ് കുറച്ച് രശ്മികളും കൂടി. അതുകൊണ്ട് ഇന്ന് മുതൽ ഒന്നിരിക്കൽ അങ്ങനെ ചെയ്യാം. ഇല്ലെങ്കിൽ അവിടെ വെക്കാതിരിക്കാം. വെച്ചാൽ പിന്നെ ഞങ്ങൾ ഇങ്ങനെ ചെയ്യാം. തോർത്തുമുണ്ട്, കുറെ മുടിന്റെ കെട്ട്, ബ്ലേഡ്, സേവിങ് സെറ്റ്, പിന്നെ ഷാമ്പൂവിന്റെ ബോട്ടിൽ കഴിഞ്ഞത്, കയ്യാളുള്ളത്, വേറൊന്ന് പുതിയതും എല്ലാം അവിടെ തന്നെ. ഇതൊന്നും വെക്കരുത്. നല്ല വൃത്തിയാണ്. വൃത്തിയില്ലാത്ത വീടുകളിൽ ദാരിദ്ര്യം ഉണ്ടാവും. ഹബീബുനാ സല്ലല്ലാഹു അലൈഹി വസല്ലം വൃത്തിയില്ലാത്ത വീടുകളിൽ ദാരിദ്ര്യമുണ്ടാകും. ചിലന്തി വലകൾ തട്ടാത്ത, ബെഡ്ഷീറ്റുകൾ അലക്കാത്ത, ഫില്ലോ കവറുകൾ കഴുകാത്ത വീടുകൾ, ആ വീടുകളിൽ ദാരിദ്ര്യമുണ്ടാകും. ഹബീബുനാ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫില്ലോ കവറൊക്കെ ചില ആളുകൾ ഒരാഴ്ചയിലൊക്കെ കഴുകുക. ബെഡ്ഷീറ്റ് കഴിക്കൂല. മൂത്രമൊഴിച്ചുമ്പോളെ കുട്ടികൾ ഇപ്പൊ പമ്പേഴ്സ് കെട്ടി കൊടുക്കണമെങ്കിൽ പിന്നെ കൊല്ലത്തിൽ നനച്ചുള്ളിൻ്റെ കഴിക്കാം. സുബ്ഹാനല്ലാഹ്, അത്ര വലിയ വൃത്തികെട്ട ആളുകൾ ഡെയിലി കഴുകണം ബെഡ്ഷീറ്റ്.
ഡ്രസ്സ് വാങ്ങണ ആയിരത്തിന് വാങ്ങേണ്ട സാധനമാണ് ബെഡ്ഷീറ്റ്. ഏറ്റവും വില കുറഞ്ഞ സാധനമല്ല ബെഡ്ഷീറ്റ് വാങ്ങണ്ടേ. ബെഡ്ഷീറ്റ് 300 റുപ്യേൻ്റെ വാങ്ങണ്ടേ, 1500-നോ 2000-നോ വാങ്ങണം. എന്നിട്ട് നല്ല ഉഷാറിൽ വിരിച്ചു നോക്കാജി, നല്ല മട്ടം ഉണ്ടാവും, നല്ല മട്ടം ഉണ്ടാവും. അപ്പൊ ബെഡ്ഷീറ്റ് കാണാൻ തന്നെ, ബെഡ്ഷീറ്റ് നല്ല ഉഷാറുണ്ടാവുമ്പോ നമ്മളതിമ കിടക്കണം, നമ്മളും പെണ്ണുങ്ങളൊക്കെ നല്ല ചുരുക്കുണ്ടാവും. നാളൊരു പെണ്ണ് വന്നിരുന്നു മാക്സ് എടുത്തിട്ട്. അപ്പൊ ആ മാക്സ് ഇങ്ങനെ ഇങ്ങനെ വന്നപ്പോ ഭയങ്കര തിളക്കം, ലൈറ്റ് ഇങ്ങോട്ട് ഓഫാക്കി. അപ്പൊ പെണ്ണുങ്ങളോട് എവിടുന്നാപ്പ ചെന്ന് മുത്തനൂർ തങ്ങളെ വയലൊക്കെ കേട്ട് നല്ല ഉഷാറിൽ വന്നാപ്പൊന്ന് നോക്കുമ്പോ എന്താ, അന്ന് ഉച്ചക്ക് വലിയ മത്തിയാണ് അതിന്റെ ചെളുക്കേ. മത്തി നന്നാക്കിയപ്പെട്ട മാക്സ് തന്നെ അത് ഇട്ടിട്ടാ വന്നിക്കണേ. ഈ കോലത്തിലായ എങ്ങനെ ഉണ്ടാവും? അതെന്തുകൊണ്ടാണ്? ഇങ്ങനത്തെ വീടുകളാ. അപ്പൊ ഫില്ലോ കവർമ നമ്മൾ എന്ത് ചെയ്യും, ഒരു സാധനം ഒലിക്കാണ്ട് രാത്രി, എന്റെ പേര് ഇവിടെ പറയില്ല, എന്താ മൂപ്പര് മുണ്ടണില്ല, ഇവിടെ ഇല്ല സാധനം, കേല അല്ലേ, ഞങ്ങളാട്ടിൽ കേലറിങ്ങളോടെ അതന്നെ. എന്തായാലും ആ സാധനം കൊമ്പീസന്റെ മാതിരി ഇങ്ങനെ വരും. അതിങ്ങനെ പൊടിച്ചാൽ പുട്ടുംപൊടി കമ്മിയാണെങ്കിൽ അതിക്ക് കൂട്ടി കൊടുക്കാം. കുട്ടികളൊക്കെ ചിലപ്പോൾ മദ്രസക്ക് പോകുമ്പോൾ 2 തിരുമ്പല് തിരുമ്പിയിട്ടാണ് പോകും. പല്ലേക്കാത്തോളി ആദ്യം അമ്മയും ബാപ്പിയും കേൾക്കണ്ടേ. അപ്പൊ ഈ കേലെന്ത് ചെയ്യും, ഈ ഫില്ലോ കവർമ ശരിക്കും ശ്രദ്ധിക്കണങ്ങൾ. ഫില്ലോ കവർമക്ക് എന്ത് ചെയ്യും, ഒഴുക്കും. പിറ്റേന്ന് രാവിലെ തല കൊണ്ടേ വെക്കുമ്പോ ഇത് പൊടിയും. അപ്പൊ നമ്മൾ പുറത്തേക്ക് വിടുന്നത് എന്താണ്, മനുഷ്യന്മാരും പുറത്തേക്ക് വിടുന്ന കാർബൺ ഡൈ ഓക്സൈഡാണ് പുറത്തേക്ക് വിടുന്നത്. അത് ആവശ്യമില്ലാത്ത സാധനം. നമുക്ക് ഉള്ളിലേക്ക് വേണ്ടതോ ഓക്സിജനാണ്. ഈ മരങ്ങൾ മുഴുവൻ നമുക്ക് തരുന്നതാണ് മരം പുറത്തേക്ക് വിടുന്നത് ഓക്സിജനാണ്. അവർക്ക് ആവശ്യമുള്ള ഏതാണ്, കാർബൺ ഡൈ ഓക്സൈഡാണ്. അപ്പൊ നമ്മളെ വേസ്റ്റ് ആരെ ഭക്ഷണ, മരത്തിന്റെ ഭക്ഷണം. മരത്തിന്റെ വേസ്റ്റ് ആരെ ഭക്ഷണ, നമ്മളെ ഭക്ഷണമാണ്. അതുകൊണ്ടാണ് ബെഡ്റൂമുകളിൽ ചെടി വെക്കണമെന്ന് പറയുന്നത്. മരങ്ങളൊന്നും വെട്ടി, നിങ്ങൾക്കൊക്കെ നല്ല ഓക്സിജൻ കിട്ടുന്ന നാട്ടിലാണ്. പക്ഷെ പറഞ്ഞിട്ടെന്താ കാട്ടിന്, ഓക്സിജൻ അത്യാവശ്യം ഉള്ള നാട്ടിലാണ് ഉള്ളത്. പക്ഷേ നിങ്ങൾ ബെഡ്റൂമിൽ കിടക്കുമ്പോ ബെഡ്റൂമിന് നല്ല ജനല്, ഒരു സൂര്യത്തിന്റെ രശ്മി പോലെ ഉള്ളിൽ കിടക്കാൻ പറ്റാത്ത ഒരു നല്ല അടിപൊളി ജനല്. ഇനി വല്ല കാറ്റും കിടക്കണേ ഇങ്ങോട്ട് കാണുന്നത് ഇച്ചിരി, പിന്നെ ഒരു കർട്ടനും. ഈ കർട്ടന്റെ ഉള്ളിൽ, ഇതിന്റെ ഉള്ളിൽ ഒരു ഭാര്യയും ഒരു ഭർത്താവും, ഒരു 3 വയസ്സാകുന്ന കുട്ടിയും കിടന്നുറങ്ങുന്നു. അപ്പൊ ഭർത്താവ് ഇങ്ങോട്ട് വിടും കാർബൺ ഡൈ ഓക്സൈഡ്. ഭാര്യ സ്നേഹത്തോടെ ആ കാർബൺ ഡൈ ഓക്സൈഡ് ഇങ്ങോട്ട് തിരിച്ച്, ഇത് രണ്ടും പിന്നെന്തായി, മൊത്തം കാർബൺ ഡൈ ഓക്സൈഡ് ആയി ഇതിൻ്റെ ഉള്ളിൽ. ഈ കാർബൺ ഡൈ ഓക്സൈഡാണ് പിന്നെ 3 വയസ്സാകുന്ന കുട്ടി വലിക്കുന്നത്. അതുകൊണ്ടാണ് കോവിഡ് സമയത്ത് നമ്മോട് മാസ്ക് ധരിക്കാൻ വേണ്ടി പറഞ്ഞു. കോവിഡ് സമയത്ത് എല്ലാവരോടും മാസ്ക് ധരിക്കാൻ വേണ്ടി പറഞ്ഞു. കോവിഡ് അല്ല, ചില ബാത്റൂമിൽ പോകുമ്പോഴൊക്കെ മാസ്ക് ഇടേണ്ടി വരും. അപ്പൊ 7 മണിക്കൂർ കിടന്നുറങ്ങുന്ന ഒരു ബെഡ്റൂം ആണെങ്കിൽ ആ ബെഡ്റൂമിൽ മൊത്തം കാർബൺ ഡൈ ഓക്സൈഡായി മാറി. ഞാൻ വെറുതെ പറയല്ല, നിങ്ങൾ ആലോചിക്കണം. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്താണ് വൃത്തിയുള്ള വീടുകൾ. വൃത്തിയുള്ള വീടുകൾ. ഞാൻ ഇന്ന് നിസ്കരിക്കാൻ പോയ ഒരു വീട്ടുകാരുണ്ട്. ഞാൻ അവിടുത്തെ ഉമ്മാക്ക് 100 മാർക്ക് കൊടുത്തു. 100 മാർക്ക് കൊടുത്തു. ഞാൻ ഉമ്മാനോട് പറഞ്ഞു, 100 മാർക്ക് ഇട്ടിട്ടുണ്ട്. എന്താ കാരണം? നല്ല വൃത്തിയുള്ള വീട്, നല്ല വൃത്തിയുള്ള വീട്. അപ്പൊ നമ്മളെ ബെഡ്ഷീറ്റുകൾ, ഈ വയല് കേൾക്കുന്ന സഹോദരിമാരും സഹോദരങ്ങളൊക്കെ ഇത് തയ്യാറാണ് എപ്പോഴും. ഞാൻ ഇന്നും എൻ്റെ വീട്ടില് രാവിലെ പോരുമ്പോ കുട്ടികൾ മിഠായിന്റെ തോലക്ക് തിന്നിട്ടീനെ അവിടെ, അതൊക്കെ പൊറുക്കിയിട്ട് ഞാൻ അതൊക്കെ കച്ചറിടണ ബോക്സിൽ ഇട്ടിട്ടാണ് ഞാൻ ഇങ്ങോട്ട് പോരുന്നത്. അതൊക്കെ പൊറുക്കിയിട്ട് ഞാൻ ബാത്റൂം ഇടക്ക് കഴുകും. ബാത്റൂം ആരും കഴുകിയിട്ടില്ല, ഞാൻ കഴുകും. ഞാൻ ബാത്റൂം പോയിട്ട് ഞാൻ മുത്തനൂർ തങ്ങൾ അറിഞ്ഞിങ്ങനെ ഉത്തരക്കല്ലേ അല്ലേ? ബാത്റൂം ഒരു മുത്തനൂർ തങ്ങൾ അറിഞ്ഞ കാര്യം കഴുകണം. നമ്മളെ പ്രധാനമന്ത്രി ഇങ്ങനെ പോയിട്ട് ബാത്റൂമിൽ ഇങ്ങനെ പറയാണ്, ഞാൻ പ്രധാനമന്ത്രിയാണ്, അതുകൊണ്ട് ഞാനിതൊന്നും കഴുകൂല, അതുകൊണ്ട് ആരെങ്കിലും ഒന്ന് കഴിക്കും. അല്ല, വൃത്തി വേണം. ഏത് മന്ത്രിമാരാണെങ്കിലും, ഏത് MLA ആണെങ്കിലും, പഞ്ചായത്താണെങ്കിലും, മൂലയരാണെങ്കിലും, തങ്ങളാണെങ്കിലും, കാതിരാണെങ്കിലും നമ്മൾ ഉപയോഗിക്കുന്ന സാധനം നമ്മൾ തന്നെ വൃത്തിയാക്കാൻ പഠിക്കണം. അവിടെയാണ് ഐശ്വര്യം ഉണ്ടാവുള്ളൂ ആ വീട്ടിൽ. ചില വീട്ടിൽ ചെന്നാൽ ബാത്റൂമിൽ കയറിയാൽ നമുക്കറിയാം കിച്ചൺ വൃത്തി ഉണ്ടോ ഇല്ലേ.
ബാത്റൂം വൃത്തി ഉണ്ടെങ്കിൽ ഈർച്ച വൃത്തി ഉണ്ടാവും. അപ്പൊ നമ്മൾ നല്ല വൃത്തിയാണ്.